ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി ഷാജിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 +2 നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചവരായിക്കോട്ടെ, അതായത് നിങ്ങൾ ബയോളജി സയൻസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാത്സ് കൊമേഴ്സ് ആയിക്കോട്ടെ, എന്ത് കോഴ്സ് പഠിച്ചവരാണെങ്കിലും ആഫ്റ്റർ +2 നിങ്ങൾക്കൊരു നേഴ്സ് ആവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നേഴ്സിങ്ങിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോഴ്സാണ് GNM അഥവാ ജനറൽ നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഈ കോഴ്സിനെ പറ്റി പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവിലോ ആരെങ്കിലും GNM നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക, അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ GNM അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ GNMുമായി സംശയമുള്ള എന്ത് കാര്യങ്ങൾക്കും എൻ്റെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് എൻ്റെ നമ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്ന എന്ത് സംശയങ്ങൾക്ക് ഞാൻ കൃത്യമായി ഉത്തരം തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. GNM എന്ന് പറയുന്നത് BSc നഴ്സിംഗിനെ അപേക്ഷിച്ച് വെറും 3 വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് പലർക്കും ഉള്ളൊരു സംശയമാണ്, ഈ കോഴ്സ് പഠിച്ചിട്ട് BSc നഴ്സിംഗ് പഠിച്ചവർ അതേ സാലറി കിട്ടുമോ, അല്ലെങ്കിൽ BSc നഴ്സിംഗുകാരുടെ കൂട്ടി വേക്കൻസികൾ കാര്യങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ സാലറി കുറയുമോ, ജോലി ഭാരം കൂടുകയോ ചെയ്യുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ അങ്ങനെയുള്ള ആശങ്കകളൊന്നും ഇനി നമുക്ക് വേണ്ട. നമ്മുടെ ഇന്ത്യക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും BSc നഴ്സിംഗുകാരെ പോലെ തന്നെ GNMകാർക്കും ഒരുപാട് ജോബ് വേക്കൻസികളുണ്ട്. അതുപോലെ നല്ല സാലറിയും ഓഫർ ചെയ്യുന്നുമുണ്ട്. ഇത് കൂടാതെ നമ്മളുടെ ഗവൺമെന്റ് സെക്ടറിലും PSC ത്രൂവും ജോബ് വേക്കൻസി സാധ്യതകൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ GNM 3 വർഷം പഠിച്ച് കംപ്ലീറ്റ് ആക്കി 2 വർഷത്തെ പോസ്റ്റ് BSc കോഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ BSc നഴ്സിംഗുകാരുടെ പോലെ തന്നെ അതേ ലെവലുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ GNM സ്റ്റുഡൻസിനും ലഭിക്കുന്നതാണ്. BSc നഴ്സിംഗ് പോലെ തന്നെ നഴ്സിംഗ് കൗൺസിലിന്റെ അണ്ടറിലാണ് GNMും ഉൾപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ GNM കോളേജുകളും സീറ്റുകളും വളരെ കുറവാണ്. കേരളത്തിലെ അഡ്മിഷൻ പ്രൊസീജിയർ രീതികളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. DHS അഥവാ ഡിസ്ട്രിക്ട് വൈസ് ഹോസ്പിറ്റലിലേക്കുള്ള സെലക്ഷനാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി പറയേണ്ടത് DMA അഥവാ മെഡിക്കൽ കോളേജ് SC ST കാറ്റഗറിയിലുള്ള അഡ്മിഷനാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്ന സാധാരണ എന്ന പോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. അവിടേക്കുള്ള അഡ്മിഷൻ രീതിയാണ് ഫീസ് കൊടുത്ത് മാനേജ്മെന്റിൽ പഠിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത്. കേരളത്തിന് പുറത്തേക്ക് നോക്കിയാൽ മാനേജ്മെന്റ് സീറ്റുകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂർ, കർണാടക, തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ കേരളത്തെ അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണം വളരെ കൂടുതലല്ലേ. പ്ലേസ്മെന്റ് കിട്ടാനുള്ള സാധ്യതകളും അവിടെ അതുകൊണ്ട് വളരെ കൂടുതൽ തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങൾ കേരളത്തിന് പുറത്തേക്കൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലാംഗ്വേജ് ഒക്കെ ഒന്ന് ഫ്ലുവൻ്റ് ആയി സെറ്റ് ആവാൻ ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി കോളേജൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. നല്ല ഫാക്കൽറ്റീസും നല്ല ഫെസിലിറ്റീസും ഹോസ്പിറ്റലും അപ്രൂവലുമുള്ള കോളേജാണോ GNM പഠിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ GNM പഠിക്കാൻ പറ്റിയ കോളേജുകൾ, ഫീസ്, അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതെൻ്റെ നമ്പറാണ്. ഇനി GNM പഠിക്കാൻ കർണാടക, ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂരുള്ള നല്ല കോളേജുകളൊക്കെ ഒന്ന് നമുക്ക് നോക്കിയാലോ. ഈസ്റ്റ് പോയിന്റ് കോളേജ്, ഈസ്റ്റ് വെസ്റ്റ് കോളേജ്, ആകാശ് കോളേജ്, ശാന്തിധാമ കോളേജ്, മഞ്ജുശ്രീ കോളേജ്, റോഷി റോയൽ കോളേജ്, മാധുശ്രീ കോളേജ്, സ്ഫൂർത്തി കോളേജ്, ഗായത്രി കോളേജ്, വൈദേഹി കോളേജ്, നാരായണ ഹൃദയാലയ കോളേജ്, സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, ഇൻഡോ ഏഷ്യൻ കോളേജ്, സോഫിയ കോളേജ്, SMG വിഷ്ണു കോളേജ്, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, കിംസ് കോളേജ്, ശ്രീദേവി കോളേജ്, ആദിത്യ കോളേജ്, BGS ഗ്ലോബൽ മെഡിക്കൽ കോളേജാണ്, T ജോൺ കോളേജ്, RR കോളേജ്, വൻഷിക കോളേജ്, നവനീതം കോളേജ്, ഗോൾഡൻ കോളേജ്, നാലപ്പാട് കോളേജ്, ബാനസ്വാടി കോളേജ്, SGS കോളേജ്, SVN കോളേജ്, ഇവയൊക്കെയാണ് GNM പഠിക്കാൻ പറ്റിയ കർണാടക ഭാഗത്തേക്കുള്ള നല്ല കോളേജുകൾ. ഇനി കേരളത്തിൽ GNM പഠിക്കാൻ പറ്റിയ നല്ല കോളേജുകളുടെ ലിസ്റ്റ് നോക്കിയാലോ. ഒന്നാമതായി അൽഷിഫ പെരിന്തൽമണ്ണ കോളേജ്, രണ്ടാമതായി KMCT കോഴിക്കോട് കോളേജ്, മൂന്നാമതായി വെസ്റ്റ് ഫോർട്ട് തൃശൂർ കോളേജ്, നാലാമതായി വെൽകെയർ എറണാകുളം കോളേജ്, അഞ്ചാമതായി ഉപാസന കോളേജ്, ആറാമതായി തൃശൂർ എലൈറ്റ് കോളേജ്, ഏഴാമതായി തൃശൂർ അശ്വനി കോളേജ്, എട്ടാമതായി കരുണ പാലക്കാട് കോളേജ്, പത്താമതായി ക്രീസൻ കോളേജ് പാലക്കാട്. ഇനി തമിഴ്നാട് GNM പഠിക്കാൻ പറ്റിയ കുറച്ച് കോളേജുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ചെന്നൈയിലുള്ള SRM കോളേജും ബാലാജി കോളേജും GNM പഠിക്കാൻ പറ്റിയ നല്ല ഡീംഡ് യൂണിവേഴ്സിറ്റി കോളേജുകളാണ്. അടുത്തതായി PPG കോളേജ് കോയമ്പത്തൂർ, അടുത്തതായി ഹിന്ദുസ്ഥാൻ കോയമ്പത്തൂർ കോളേജ് ഡീംഡ് കോളേജാണ്. ശ്രീലക്ഷ്മി കോളേജ് കോയമ്പത്തൂർ, RVS കോയമ്പത്തൂർ കോളേജ്, അണ്ണേ മീനാക്ഷി കോളേജ്, AMC കോളേജ് കോയമ്പത്തൂർ, യുണൈറ്റഡ് കോളേജ്, കർപ്പാകം കോളേജ്, ജെം കോളേജ്, ഗംഗ കോളേജ്, അതുപോലെ റോയൽ കെയർ ഹോസ്പിറ്റൽ. ഇത്രയും കോളേജുകളാണ് തമിഴ്നാട്ടിൽ GNM പഠിക്കാൻ പറ്റിയ നല്ല കോളേജുകൾ എന്ന് പറയുന്നത്.
3 വർഷത്തെ GNM കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടോ അല്ലാതെയോ നിങ്ങൾക്ക് പോസ്റ്റ് BSc എടുക്കാവുന്നതാണ്. 2 വർഷത്തെ കോഴ്സാണ് പോസ്റ്റ് BSc വരിക. അതോടെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഒരു BSc നഴ്സിംഗ് സ്റ്റുഡന്റ് പഠിച്ചിറങ്ങുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ള വാല്യൂ നിങ്ങൾക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഒരു BSc നഴ്സിംഗ് പഠിച്ച ഒരാൾ ജോലിക്ക് പോകുന്ന പോലെ തന്നെ വേക്കൻസികൾ അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, GNM പ്ലസ് പോസ്റ്റ് BSc എടുത്തിട്ട് ജോലിക്ക് പോകാൻ കഴിയും. തീർച്ചയായിട്ടും കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഏത് കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതെന്റെ നമ്പറാണ്. ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ അഡ്മിഷൻ ചെയ്തു കൊടുക്കും. കരിയർ സിസ്റ്റം ഇന്റർനാഷണൽ.